അധികാരം ജന്മാവകാശമായപ്പോൾ പഴയ സോഷ്യലിസ്റ്റ് സ്വപ്നങ്ങളെല്ലാം ലാലു വേണ്ടെന്ന് വെച്ചു. അഴിമതിക്കാരനും തട്ടിപ്പുകാരനുമായി മാറി. ശതകോടികൾ മോഷ്ടിച്ച കാലിത്തീറ്റ കുംഭകോണ കേസിൽ എല്ലാ തെളിവുകളും ലാലുവിനെതിരായപ്പോൾ ലാലു ശിക്ഷിക്കപ്പെടുകയും ജയിലിലാവുകയും ചെയ്തു. ജയിലിലായപ്പോൾ തൻ്റെ 4ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള വീട്ടമ്മയായ ഭാര്യ റാബ്രി ദേവിയെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയാണ് ലാലു ബീഹാറിലെ ജംഗിൾ രാഷ്ട്രീയം നയിച്ചത്. RJD എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയെങ്കിലും താനും ഭാര്യയും മക്കളും മാത്രം മതി എല്ലാം പങ്കുവയ്ക്കാൻ എന്നായിരുന്നു ലാലുവിൻ്റെ നിലപാട്. പിന്നീട് ലാലുവിൻ്റെ മകൻ തേജസ്വി യാദവിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ടു. ഗുണ്ടായിസവും അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും മാത്രം ശീലിച്ച തേജസ്വിയെ മുമ്പിൽ നിർത്തിക്കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി മോദിക്കെതിരെ ബീഹാർ പിടിക്കാൻ യുദ്ധത്തിനിറങ്ങിയത്. എന്നാൽ ബീഹാറിലെ ജനങ്ങൾക്ക് അഴിമതിക്കാരനായ ലാലുവിൻ്റെയും മകൻ്റെയും ജംഗിൾ രാജ് ഇനി സങ്കല്പിക്കാൻ പോലും കഴിയാത്തതുകൊണ്ട് അവർ തൂത്തെറിഞ്ഞു. അധികാരം പൂർണ്ണമായി നഷ്ടപ്പെട്ടതോടെ അഴിമതിയിൽ കെട്ടിപ്പൊക്കിയ ഈ കൊട്ടാരത്തിന്റെ കോട്ടക്കൊട്ടളങ്ങൾ നിലം പതിച്ചു തുടങ്ങി. ദീർഘകാലം ജയിലിൽ കിടന്ന ലാലുവിനെ ഇനിയും ജയിൽവാസം ബാക്കി കിടപ്പുണ്ട്. അതിനിടയിലാണ് പെൺമക്കൾ വീട് വിട്ടിറങ്ങിപ്പോകുന്നതും അപ്പന് കിഡ്നി കൊടുത്തതിൽ പോലും പശ്ചാത്തപിക്കുന്നതും ആൺമക്കൾ പരസ്പരം തമ്മിൽ തല്ലി കലഹിക്കുന്നതും. ഇതെല്ലാം കണ്ട് മൂകസാക്ഷിയായി കരഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമേ ലാലു പ്രസാദ് യാദവിനും ഭാര്യ റാബ്രി ദേവിക്കും കഴിയുന്നുള്ളൂ. രാഷ്ട്രീയ പ്രവർത്തനത്തിനിറങ്ങി അഴിമതി മാത്രം നടത്തി ജനങ്ങളെ പുച്ഛിച്ച് ജീവിക്കുന്ന മനുഷ്യർക്കുള്ള പാഠപുസ്തകമായി മാറുന്നു ആർക്കും വേണ്ടാത്ത ലാലു പ്രസാദ് യാദവിൻ്റെയും ഭാര്യയുടെയും ഗതികെട്ട ജീവിതം. ഇനി അവശേഷിക്കുന്ന കാലത്ത് ലാലുവിൻ്റെ മക്കളെല്ലാവരും ജയിലിലാകുന്ന സാഹചര്യം ഉണ്ടാവുമെന്നും അതൊഴിവാക്കാൻ പെൺമക്കൾ ഓടി രക്ഷപ്പെടുന്നു എന്നുമാണ് വാർത്ത. അഴിമതിയും സ്വജനപക്ഷപാതവും തട്ടിപ്പ് നടത്തി ഒരാൾക്കും ശിഷ്ടകാലം സുഖമായി ജീവിക്കാൻ കഴിയില്ലെന്നും അങ്ങനെ രാജാവിനെ പോലെ ജീവിച്ചാലും ഒടുവിൽ വിധിക്ക് കീഴടങ്ങി അനുഭവിക്കേണ്ടി വരുമെന്നും ലാലു പ്രസാദ് യാദവിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു.